രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ മലയാളികളുടെ കമന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കമന്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാ കമന്റും V1 VDS എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ കമന്റും പോയിരിക്കുന്നത്. പക്ഷെ ഇവരുടെ രീതി വളരെ ഒരു എന്തൊക്കെ ജനാധിപത്യപരമാണെന്ന് പറഞ്ഞാലും ഇവരുടെ രീതി ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ജനങ്ങൾ ഒരാളെ നേതാവായി കണ്ട് മുഖ്യമന്ത്രിയായി കണ്ട് നാളത്തെ കേരളത്തെ നയിക്കും എന്ന് സ്വപ്നം കണ്ട് ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞ് MLA-മാരുടെ വോട്ട് വെച്ചിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? മനസ്സിലാകുന്നില്ല. നാളെയോ മറ്റന്നാളോ കൊണ്ട് ഇതിന്റെ ഫൈനൽ റിസൾട്ട് അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് കാത്തിരുന്നതിനെക്കാട്ടിലും ഒരു ആകാംക്ഷയോടെയാണ് ഇപ്പോൾ കേരളം മുഖ്യമന്ത്രി ആര് എന്നൊരു വാർത്ത കേൾക്കാനായി കാത്തിരിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തിന് മേളിലാണ് VD സതീശൻ പറവൂരിലെ MLA ആയിരുന്നത്. ഒരു മന്ത്രിസഭയിലും അദ്ദേഹത്തിന് ഒരു മന്ത്രി പദവിയോ അങ്ങനെയുള്ള ഒരു പദവിയും ലഭിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന് മന്ത്രി പദവി ലഭിക്കുമെന്ന് പറഞ്ഞു. അവസാന നിമിഷമാണ് അത് തട്ടിക്കളഞ്ഞത്. ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് വെച്ചാൽ പുള്ളി ആരെയും സൂചിപ്പിച്ച് നിൽക്കാനോ ആരുടെയും തിണ്ണനിറങ്ങാനോ ഒരു സുഖിപ്പിക്കൽ രാഷ്ട്രീയ ആരുടെയും മൂട് താങ്ങാനോ പോകാത്ത നട്ടലുള്ള നിലപാടുള്ള രാഷ്ട്രീയ നേതാവെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഇതുവരെ അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത്. കാരണം അർഹതയുള്ളവന് സ്ഥാനമാനം ലഭിച്ചിട്ടില്ല. കാരണം 100% അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനം ലഭിച്ചിട്ടില്ല ഇന്ന് വരെ. ഇത്രയും വർഷം MLA ആയിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനം ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവർ അദ്ദേഹത്തെ കാണുന്ന കുറവ്. എക്സ്പീരിയൻസ് ഇല്ല എന്നൊരു കുറവാണ് സീനിയർ നേതാക്കൾ VD സതീശന് മേൽ ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള എതിർപ്പുകളാണ് അദ്ദേഹത്തിന് ഇതുവരെ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ യഥാർത്ഥ രഹസ്യം ഇത് തന്നെയാണ്. അദ്ദേഹം നിലപാട് വിട്ട് യാതൊരു കളിക്ക് നിൽക്കത്തില്ലെന്ന് ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാം കേരള ജനത രാഷ്ട്രീയത്തിന് അതീതമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നേരെ VD സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇത്രയും ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നമുക്ക് സംശയമായി പോവുകയാണ്. ഇപ്പോൾ അത്രയ്ക്ക് ജനപിന്തുണയാണ് ഇപ്പൊ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ VDS എന്ന വാക്കാണ് നാനാഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഉമ്മൻചാണ്ടിയുടെയൊക്കെ ആ ഒരു പവറിലേക്ക് VD സതീശൻ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത്രയും ജനകീയനായി മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ. നമുക്ക് കാത്തിരിക്കാം ശുഭവാർത്ത കേൾക്കാനായി.